കോഴിക്കോട് മുക്കം പീഡനത്തിൽ തെളിവ് പുറത്തുവിട്ട കുടുംബം. യുവതി ബഹളമുണ്ടാക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും കുടുംബം അവകാശപ്പെടുന്നു. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കോഴിക്കോട് മുക്കം പീഡനത്തിൽ തെളിവ് പുറത്തുവിട്ടിരിക്കുകയാണ് കുടുംബം. യുവതി ബഹളമുണ്ടാക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് മൊബൈലിൽ ഫോണിൽ ചിത്രീകരിച്ച രീതിയിൽ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ശനിയാഴ്ച രാത്രിയാണ് 11 മണിയോടുകൂടിയാണ് ഈ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയത്. വീഴ്ചയിൽ നട്ടലിന് പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നിലവിലെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കുടുംബം ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. വീഡിയോ ഗെയിം കളിക്കുന്നതിനിടയിൽ ആണ് ഈ ആളുകൾ ഈ കുട്ടിയെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നാണ് മൊഴിയിൽ നിന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് അങ്കിൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ആ ഡിജിറ്റൽ തെളിവുകളിൽ നിന്ന് വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയും. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കുടുംബം അതായത് പരാതി നൽകിയിട്ടും ഇത്ര ദിവസം പിന്നിട്ടിട്ടും പോലീസിന് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ഹോട്ടൽ ഉടമ ദേവദാസ്, ജീവനക്കാരനായ റിയാസ്, സുരേഷ് എന്നിവർക്കെതിരെയാണ് മുക്കം പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിക്രമിച്ചു കടക്കൽ, സ്ത്രീകളെ ഉപദ്രവിക്കൽ എന്നീ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സംഭവം നടന്നിട്ട് ഇത്ര ദിവസം പിന്നിട്ടു, ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് കുടുംബം വളരെ വ്യക്തമായി തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതിനുശേഷം, അതായത് ഈ ആരോപണത്തിൽ തങ്ങൾ തൃപ്തികരമല്ല എന്നൊരു നിലപാടിലാണ് കുടുംബം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ കയ്യിലുള്ള ഈ ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടുന്നു എന്ന് കുടുംബം പറഞ്ഞിട്ടുള്ളത്. ഇത് കുടുംബം പുറത്തുവിട്ട ഡിജിറ്റൽ തെളിവുകളാണ്. 3 മാസത്തോളം കാലമായി ഈ മുക്കത്തിനടുത്തെ മമ്പറ്റയിൽ പുതുതായി ആരംഭിച്ച സംഗീതം എന്ന ഹോട്ടലിലെ ജീവനക്കാരിയാണ് ഈ പയ്യന്നൂർ സ്വദേശി. 3 മാസത്തോളം ആയിട്ടേ ഉള്ളൂ ഇവിടെ ജോലിക്ക് എത്തിയിട്ട്. പലതവണ ഇത്തരത്തിലുള്ള ശ്രമം ഉണ്ടായപ്പോൾ യുവതി എതിർത്തിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ ഈ യുവതിയുടെ മാതാവിനെ ഈ ഹോട്ടൽ ഉടമയുടെ ബന്ധുക്കൾ വിളിക്കുകയും കേസിൽ നിന്ന് പിന്മാറണം എന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ഈ യുവതിയുടെ കുടുംബത്തെ സ്വാധീനിക്കുവാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നും കുടുംബം ആരോപിക്കുന്നു. എന്തായാലും ഇനി യുവതിയുടെ രഹസ്യമൊഴി എടുക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അത് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ച് രഹസ്യമൊഴി എടുക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മുക്കം പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഹോട്ടൽ ഉടമയുടെ വസതിയിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തുകയും എന്നാൽ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കുടുംബം വലിയ രീതിയിലുള്ള ആരോപണം പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് തങ്ങൾ പറഞ്ഞിട്ടും ആ തെളിവുകൾ പുറത്തുവിട്ടിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണവുമായി തന്നെയാണ് കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.